സാർ നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ കേരളത്തിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിൻ്റെ ഇടയിൽ തന്നെയാണ് SNDPയുടെ ഭാരവാഹിത്വത്തിൽ നിന്നുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ള ആ പാനലിനെ സ്റ്റേ ചെയ്തുകൊണ്ട് അവരുടെ അധികാരങ്ങൾ തുടരാൻ വേണ്ടി സാധിക്കില്ല എന്ന് സ്റ്റേ ചെയ്തുകൊണ്ട് കോടതി ഉത്തരവ് വരികയും പിന്നീട് വെള്ളാപ്പള്ളി നടേശൻ അതിന് ഇഞ്ചക്ഷൻ കൊടുക്കുകയും ഇപ്പോൾ അത് വീണ്ടും അധികാരം അവരിലേക്ക് ആയിട്ടുണ്ട്. അടുത്തൊരു സ്റ്റേ വരെ ഇതിങ്ങനെ തന്നെ പോകും. ഇതിനിടയിൽ മാധ്യമങ്ങൾ വെള്ളാപ്പള്ളി നടേശനെ സന്ദർശിച്ച് ചില അഭിപ്രായങ്ങൾ ചോദിക്കുകയുണ്ടായി. തെരഞ്ഞെടുപ്പിൽ ആർക്കായിരിക്കും ഭൂരിപക്ഷം കിട്ടുക, ആരാണ് ഭൂരിപക്ഷം കിട്ടിയാൽ മുഖ്യമന്ത്രിയാവുക എന്നുള്ള ചോദ്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്ന, അല്ലെങ്കിൽ മറ്റ് പലപ്പോഴും പല സന്ദർഭങ്ങളിലായി അദ്ദേഹം മാധ്യമത്തിന് നൽകിയിരുന്ന മറുപടി തന്നെ വീണ്ടും ഈ മാധ്യമത്തിന് നൽകുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത്, കോൺഗ്രസ് ആണ് UDFനാണ് ഭൂരിപക്ഷം കിട്ടുക എന്നുണ്ടെങ്കിൽ, വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു LDF ആണ് വരാൻ സാധ്യത, പിണറായി വിജയൻ തന്നെ തുടർഭരണം കിട്ടും എന്ന് വെള്ളാപ്പള്ളി പറയുമ്പോൾ, ഇനി ഏതെങ്കിലും കാരണവശാൽ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ മുഖ്യമന്ത്രി ആരാവണം എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്, അത് KC വേണുഗോപാൽ അതിന് തീർത്തും അർഹൻ തന്നെയാണ്. ഇന്നിപ്പോൾ KC വേണുഗോപാൽ ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ രണ്ടാമത്തെ മുഖം അല്ലെങ്കിൽ രണ്ടാമൻ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ആലപ്പുഴയിൽ നിന്നെങ്കിലും KC വേണുഗോപാലിനെ ഓടിക്കുന്നതിൽ എനിക്കും ഒരു പങ്കുണ്ട് എന്ന് വെള്ളാപ്പള്ളി നടേശൻ തുറന്ന് സമ്മതിക്കുകയുണ്ടായി. എങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വപ്രയത്നം കൊണ്ട് അദ്ദേഹം ഭാഷയൊക്കെ കുറെ കൂടി പുരോഗമിച്ച് നല്ല രീതിയിൽ അത് പഠിച്ചു. ഇപ്പോൾ അദ്ദേഹം ഭംഗിയായി ഹിന്ദിയൊക്കെ സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല, സംഘടനാ നേതൃത്വത്തിലേക്ക് കോൺഗ്രസിന് രണ്ടാമനായി വളർന്നു കഴിഞ്ഞപ്പോൾ തീർച്ചയായും കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ, UDFന് അധികാരം കിട്ടിയാൽ മുഖ്യമന്ത്രിയാകാൻ KC വേണുഗോപാൽ അർഹനാണ് എന്ന് പറഞ്ഞു വയ്ക്കുന്നു. ഇനിയിപ്പോൾ KC വേണുഗോപാൽ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രമേശ് ചെന്നിത്തലയെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാക്കിയാലും നല്ലതായിരിക്കും. VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെ ഒരു കാരണവശാലും ആക്കുന്നത് കോൺഗ്രസ്സിന് ഭൂഷണമല്ല എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. എന്താണ് സാറിന് ഇക്കാര്യത്തിൽ പറയാൻ? വെള്ളാപ്പള്ളി നടേശൻ്റെ അഭിപ്രായമാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നതെങ്കിൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാം. വെള്ളാപ്പള്ളി നടേശൻ VD സതീശൻ മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കണ്ടൻഷൻ എൻ്റേതാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, UDFലെ പ്രധാനപ്പെട്ട കക്ഷി മുസ്ലിം ലീഗാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെ ഏറ്റവും വലിയ ശത്രു മുസ്ലിം ലീഗാണ്. അപ്പോൾ സ്വാഭാവികമായി വെള്ളാപ്പള്ളി നടേശൻ പിന്താങ്ങുന്ന ഒരാളെ മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ള വിവരം മറ്റാരേക്കാൾ നന്നായിട്ട് വെള്ളാപ്പള്ളിക്കറിയാം. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി നടേശൻ വളരെ ഫുള്ളായിട്ട് ശക്തിയോടെ KC വേണുഗോപാലിൻ്റെയോ രമേശ് ചെന്നിത്തലയുടെയോ മറ്റാരുടെയെങ്കിലും പേര് മുന്നോട്ട് വയ്ക്കുമ്പോൾ ഉറപ്പായിട്ടും UDF ഒരു ഒറ്റക്കെട്ടായിട്ട് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ബുദ്ധിമുട്ട് വരും. വെള്ളാപ്പള്ളി സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രം. അതായത് വെള്ളാപ്പള്ളി നടേശൻ്റെ ഇതൊരു രാഷ്ട്രീയ ചാണക്യ തന്ത്രമാണ് എന്നാണ് സാറ് പറയുന്നത്. ആ മൂന്ന് സതീശനപ്പം. അതെ. അപ്പോൾ ഈ ലീഗിലെ KM ഷാജി ഉൾപ്പെടെയുള്ള ആളുകൾ വെള്ളാപ്പള്ളി നടേശനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. അതായത് വെള്ളാപ്പള്ളി നടേശൻ ഒരിക്കൽ മലപ്പുറം ജില്ലയിൽ ഒരു വേദിയിൽ പ്രസംഗിക്കുമ്പോൾ ലീഗിനെ അതിനിശിതമായ രീതിയിൽ വർഗീയ കക്ഷികളാണെന്ന രീതിയിൽ തന്നെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിറ്റേ ദിവസം മറ്റൊരു യോഗത്തിൽ വെച്ച് ലീഗിൻ്റെ സമന്വയ നേതാവായ KM ഷാജി പറഞ്ഞത്, പോത്തിന് എന്ത് ഏത്തവാഴ, ലീഗിന് എന്ത് വെള്ളാപ്പള്ളി, ഞങ്ങൾ വോട്ടിന് വേണ്ടി ആരുടെയും ഒരു സാമുദായിക നേതാക്കന്മാരുടെയും തിണ്ണനിറങ്ങാൻ പോകുന്നില്ല. വെള്ളാപ്പള്ളി കാര്യക്ഷമമായി മര്യാദയോടുകൂടി, രാഷ്ട്രീയ സദാചാര മര്യാദയോടുകൂടി സംസാരിച്ചാൽ ഞങ്ങളും വെള്ളാപ്പള്ളിക്ക് അത് അർഹമായ പരിഗണന തിരിച്ചു കൊടുക്കും. അല്ലെങ്കിൽ പോത്തിനെന്ത് ഏത്തവാഴ എന്ന് പറയുന്നില്ല, പോത്തിനെന്ത് ലീഗിനെന്ത് വെള്ളാപ്പള്ളി. ഇവിടെ വെള്ളാപ്പള്ളി സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ലീഗിനെതിരെ സംസാരിക്കുമ്പോൾ പോലും VD സതീശനെ കടന്നാക്രമിക്കുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളിക്ക് VD സതീശനോട് ഇത്ര കണ്ട് വിരോധം വരാനുള്ളെന്ന കാര്യം ചോദിക്കുമ്പോൾ അപമര്യാദയായി VD സതീശൻ പെരുമാറുന്നു എന്നാണ് പറയുന്നത്. ഏത് തരത്തിലാണ് വെള്ളാപ്പള്ളി നടേശനോട് VD സതീശൻ അപമര്യാദയായി പെരുമാറി എന്നുള്ളത് അദ്ദേഹത്തിനെതിരെ വ്യക്തമാക്കാൻ പറ്റിയിട്ടില്ല. പലപ്പോഴും വെള്ളാപ്പള്ളി നടേശനെ കാണുമ്പോൾ VD സതീശൻ പറയാറുണ്ട്, അത്രേ, ഞാൻ കണിച്ചുകുളങ്ങരയുള്ള വീട്ടിലേക്ക് വരുന്നുണ്ട്, അങ്ങേ അവിടെ ഉണ്ടാകുമ്പോൾ നമുക്കൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ തീർച്ചയായും വരണം, തീർച്ചയായും നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ VD സതീശൻ വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അതൊരു അപമര്യാദയായിട്ട് പറയാൻ പറ്റും? ഈ സമുദായ നേതാക്കൾക്ക് അല്ലെ പ്രമാണിമാർക്ക് ഒരു ധാരണയുണ്ട്, തങ്ങളാണ് രാഷ്ട്രീയ കക്ഷികളെ നിയന്ത്രിക്കുന്നത്,
തങ്ങൾ പറയുന്നത് പോലെയാണ് രാഷ്ട്രീയ കക്ഷികൾ പ്രവർത്തിക്കുന്നത്, പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി നിർണ്ണയം, മന്ത്രിസ്ഥാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ. ഇത് വെള്ളാപ്പള്ളിക്കുണ്ട്, സുകുമാരൻ നായർക്കുണ്ടായിരുന്നു. സുകുമാരൻ നായരാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ മാറ്റി രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി സ്ഥാനത്തേക്ക് താക്കോൽ സ്ഥാനം എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നത്. അപ്പോൾ പറയുന്ന ന്യായം അപഹാസ്യമായ നായന്മാർക്ക് താക്കോൽ സ്ഥാനം വേണം. ഇപ്പോൾ മാറ്റിയ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒന്നാം തരം നായരാണ്. അതെ അതെ. അവിടെ അപ്പോൾ സമുദായ താല്പര്യത്തെക്കാൾ കൂടുതൽ സുകുമാരൻ നായർക്ക് വ്യക്തിപരമായി താല്പര്യം ഉണ്ടായിരുന്ന രമേശിനാക്കണം എന്നുള്ള. സാർ ഞാനൊന്ന് ഇടപെട്ടു. അത് പക്ഷേ സുകുമാരൻ നായർ സാർ ഉദ്ദേശിച്ചത് നായന്മാർക്ക് താക്കോൽ സ്ഥാനം വേണമെന്ന് പറയുമ്പോൾ വെളുത്ത നായന്മാർക്ക് താക്കോൽ സ്ഥാനം വേണം എന്നുള്ളതാണോ എന്നറിയില്ല. നമ്മൾ ഒരു കാരണവശാലും തൊലിയുടെ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വർഗത്തിൻ്റെയോ ജാതിയുടെയോ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സംസാരിക്കുന്നില്ല, ആരെയും ഇകഴ്ത്തി കാണിക്കുന്നില്ല, പുകഴ്ത്തി കാണിക്കുന്നില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറിനെ പോലുള്ള മഹനീയ വ്യക്തിത്വങ്ങൾ നമ്മുടെ ഈ സ്റ്റുഡിയോയിൽ തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ വളരെ ബഹുമാനപൂർവ്വം അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവർ നമുക്കും അഭിമുഖം നൽകിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും എല്ലാവരും സമുന്നതരായ നേതാക്കന്മാരെ തന്നെയാണ്. തൊലിയുടെ കറുപ്പിൻ്റെ ഒന്നും നിറത്തിൽ ആരെയും മാറ്റി നിർത്താൻ പാടില്ല. പക്ഷേ സുകുമാരൻ നായർ സാറ് ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ മാറ്റി രമേശ് ചെന്നിത്തലയെ താക്കോൽ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു കറുപ്പും വെളുപ്പും സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായിട്ട് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം അവരെ കുറ്റം പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇപ്പോഴത്തെ വെള്ളാപ്പള്ളി നടേശൻ സുധീരനെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞു. സുധീരൻ ജയിച്ചു. വേണുഗോപാലിനെ ഓടിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വേണുഗോപാലിനെ എങ്ങോട്ടാണ് ഓടിച്ച്? ആലപ്പുഴ മത്സരിച്ചപ്പോൾ പാർലമെൻറ്റിലേക്ക് ജയിച്ചു, അസംബ്ലിയിലേക്ക് ജയിച്ചു. അല്ല, അദ്ദേഹം ഉദ്ദേശിച്ചത് കേരള സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിൽ നിന്നും കേന്ദ്രത്തിലേക്ക് പറഞ്ഞയച്ചു എന്നുള്ളതായിരിക്കണം. അത് വെള്ളാപ്പള്ളിയുടെ കഴിവാണോ വേണുഗോപാലിനെ മിടുക്കാണെന്ന് കാലം തെളിയി. അല്ല, വേണുഗോപാലൻ മിടുക്കനാണെന്ന് വെള്ളാപ്പള്ളി സമ്മതിക്കുന്നുണ്ട്. അദ്ദേഹം ആദ്യകാലത്തൊക്കെ കുറച്ച് ഇടംതിരിച്ചിൽ കാണിച്ചെങ്കിലും പിന്നീട് അദ്ദേഹം മിടുക്കനായി. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കോൺഗ്രസിന് കേരളത്തിൽ ഭരണം കിട്ടുകയാണെങ്കിൽ കെ സി വേണുഗോപാലായിരിക്കണം, അല്ല എന്നുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല. അല്ല, അതുകൊണ്ട് ഒത്തിരി ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു വെള്ളാപ്പള്ളി നടേശൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ സതീശ് ഇങ്ങനെ പ്രവൃത്തി കൊണ്ട് ഫലത്തിൽ ഗുണം കിട്ടുന്നത് സതീശനാണ്. സതീശൻ്റെ ക്രെഡിബിലിറ്റി കൂട്ടിയ കുറേ കാര്യങ്ങളുണ്ട്. ഒരു പ്രതിപക്ഷ നേതാവ് നിലയിൽ കോൺഗ്രസിനൊരു ദിശാബോധം നൽകി. ഒന്ന്, ഫസ്റ്റ് അൻവറിൻ്റെ പ്രശ്നം വന്നപ്പം സതീശനോട് നിലപാടെടുത്തു. രണ്ടാമത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം നിലപാടെടുത്തു. വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ള ഒരു സമുദായ സംഘടനകളിൽ ചേരി തിരിഞ്ഞ് അഭിപ്രായം പറഞ്ഞപ്പോൾ അവിടെയും പറഞ്ഞു സമുദായ സംഘടനകളുടെ കാര്യം നോക്കുക, അവർ രാഷ്ട്രീയത്തിൽ ഇടപെടാതിരിക്കുക എന്ന വ്യക്തമായൊരു സന്ദേശമാണ് സതീശൻ കൊടുത്തത്. മാത്രമല്ല, ഇവരുടെയൊക്കെ ചെവിടടിച്ച് പൊട്ടിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മുഖമടച്ച് അടിക്കുന്ന രീതിയിൽ മറ്റൊരു പ്രസ്താവനയോട് നടത്തി, ഞാനൊരിക്കലും സമുദായ നേതാക്കന്മാരുടെ തിണ്ണ നിരങ്ങാൻ പോയിട്ടില്ല എന്നുള്ളത്. പോയിട്ടില്ല, ആരെ എല്ലാവരും ബഹുമാനാണ്, പക്ഷേ പോയിട്ടില്ല എന്ന് പക്ഷേ അദ്ദേഹം പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാവരോടും നമ്മൾ സ്വാഭാവികമായ രീതിയിൽ വോട്ട് അഭ്യർത്ഥിക്കാൻ പോകും. അതുപോലെ പെരുന്നയിലോ അല്ലെങ്കിൽ കണിച്ചുകുളങ്ങരയിലൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷെ അത് ഒരു കാരണവശാലും എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഇവരെ പാടുകടന്ന് അവരുടെ കാല് പിടിക്കാൻ വേണ്ടി പോയാണെന്ന രീതിയിൽ ചിത്രീകരിക്കാൻ പാടില്ല. അങ്ങനെ ഞാൻ പോയിട്ടില്ല, ഇനിയും വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവരുടെ അടുത്ത് ഒക്കെ പോകും എന്നുകൂടി സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഒരു വോട്ടർ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു സമുദായത്തിൻ്റെ പിന്തുണ എന്ന് നേടാൻ വേണ്ടിയിട്ടല്ല, ഓരോ വോട്ടർമാരും അല്ലെങ്കിൽ ഈ പൊതു തെരഞ്ഞെടുപ്പിന് നേരിടുമ്പോൾ ഓരോ സംഘടനകളും ഓരോ ആളുകളെ കാണുന്നത് പോലെ സ്വാഭാവികമായ രീതിക്ക് കാണാൻ പോകും. അല്ലാതെ നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് കൂടിയേ തീരൂ എന്നുള്ള മട്ടിൽ പാട് കിടക്കാൻ എന്നെ കിട്ടില്ല എന്ന് തന്നെ വി ഡി സതീശൻ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായിരിക്കുമോ ഇവരെ ചൊടിപ്പിച്ചെന്നറിയില്ല. സുകുമാരൻ നായർക്കും വി ഡി സതീശൻ്റെ അടുത്ത് കലിപ്പ് തന്നെയാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് എന്നെ സഹായിക്കണം, എന്നെ MLA ആക്കാൻ സഹായിക്കണം എന്ന് പറഞ്ഞാൽ സഹകരിക്കണം എന്ന് പറഞ്ഞാണ്. പക്ഷെ സഹായിക്കണേ എന്ന് പറഞ്ഞ വിധേയനെ പോലെ വെള്ളാപ്പള്ളിയെ സമീപിക്കാൻ സതീശൻ തയ്യാറായിട്ടുണ്ടാവില്ല എന്നാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. സുകുമാരൻ നായരെ സഹായിക്കാൻ സതീശൻ സമീപിക്കാൻ തയ്യാറായി കാണില്ല. മറിച്ച് ഇത് സംഭവിക്കുന്നതാണ്. വെള്ളാപ്പള്ളി എന്തുകൊണ്ടാണ് കോൺഗ്രസ് ആയത്? ഒരു വശത്ത് വെള്ളാപ്പള്ളി പറയുന്നത് ഇടതുപക്ഷേ അധികാരത്തിൽ വരുള്ളൂ, അങ്ങനെ ആഗ്രഹിക്കുന്നവർ ആ രീതിയിൽ പറയുന്ന വളരെ ചുരുക്കം പേരെ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഉള്ളൂ. തനി പാർട്ടിക്കാരല്ല, രാഷ്ട്രീയക്കാരല്ലാത്തവർ. അപ്പം ആ രീതിയിൽ പച്ചയ്ക്ക് പറയുകയാണ്, റിപ്പോർട്ടർ ചാനൽ പറയുന്നതിനേക്കാൾ ഭാഷയിൽ പറയുകയാണ്. എന്നാൽ പിണറായി വിജയൻ ആണ് LDF ആണ് അധികാരത്തിൽ വരാൻ പോകുന്നത്, സമ്മതിച്ചു. അങ്ങനെ LDF അധികാരത്തിൽ വരാൻ പോകുന്ന ഒരാൾ കോൺഗ്രസിലേക്ക് സജസ്റ്റ് ചെയ്യുന്ന മുഖ്യമന്ത്രി ഒരിക്കലും കോൺഗ്രസിന് യോഗ്യനല്ല എന്ന് കോൺഗ്രസ്സുകാർ വിലയിരുത്തിയല്ലേ? ആലോചിച്ച് നോക്ക്, ഇങ്ങനെ ആരോടാ കുറവ് കാണിക്കുന്നത്? അതിന് പറഞ്ഞ മുഴുവൻ നേരെ ഓപ്പോസിറ്റായിട്ട് വരും. അല്ല, വെള്ളാപ്പള്ളി നടേശൻ്റെ രാഷ്ട്രീയ നിലപാടുകളും അല്ലെങ്കിൽ സാമൂഹ്യ നിലപാടുകളൊക്കെ പലപ്പോഴും കേരളം ചർച്ച ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ഇപ്പോൾ NDAയുടെ ഘടകകക്ഷിയായി BD JS ഉണ്ടാക്കി തുഷാർ വെള്ളാപ്പള്ളിയെ BJPക്കൊപ്പം നിർത്തിയിരിക്കുന്നു. ഇവിടെ പിണറായി വിജയൻ്റെ ഒപ്പം നിന്നുകൊണ്ട് അല്ലെങ്കിൽ പിണറായി വിജയന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ സംസാരിക്കുമ്പോൾ പൊതുജനം ചർച്ച ചെയ്യുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്.
അതായത് കഴുത്തിന് ചുറ്റും കേസായിട്ട് നടക്കുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന ഒരാൾ. അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി BDJS എന്ന പ്രസ്ഥാനം ഉണ്ടാക്കിയ മകനെ NDAക്കൊപ്പം നിർത്തിക്കുന്നു. ഇവിടെ പിണറായി വിജയന് പിന്തുണ നൽകിക്കൊണ്ട് SNDP സമുദായത്തെ CPMൻ്റെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടാൻ വേണ്ടി വെള്ളാപ്പള്ളി നടേശൻ നിൽക്കുമ്പോൾ ഇത് കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും ഇത് ആരുടെ താല്പര്യമാണ്, സമുദായത്തിൻ്റെ താല്പര്യമാണോ, കേരളത്തിലെ ബഹുജനവർഗ സംഘടനകളുടെ താല്പര്യമാണോ, അത് വെള്ളാപ്പള്ളി നടേശൻ്റെ വ്യക്തി താല്പര്യമാണോ എന്നുള്ളത് കൃത്യമായിട്ട് ജനങ്ങൾക്കറിയാം. അല്ല, SNDP യോഗത്തിൻ്റെ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനാണേലും സുകുമാരൻ നായരാണേലും ചില ബിഷപ്പുമാരാണേലും അവരുടെ സ്ഥാനാർത്ഥിയാണ് ജയിക്കുന്നത്, എന്നെ കണ്ടാൽ സ്ഥാനാർത്ഥിത്വം കിട്ടുന്നൊരു മെസ്സേജ് അതാത് സമുദായത്തിനങ്ങ് കൊടുക്കുകയാണ്. ഞാനാണ് മന്ത്രിമാരെ തീരുമാനിച്ചത്, ഞാനാണ് MLA-മാർക്ക് സീറ്റ് ഉണ്ടാക്കി കൊടുത്തത് എന്ന് ഞാൻ വലിയ പുള്ളിയാണെന്ന് കാണിക്കാനുള്ള ഒരു ശ്രമം മാത്രമാണത്. എനിക്ക് തോന്നുന്നില്ല ഒരു പാർട്ടിയും ഇവർ പറയുന്നത് മാത്രം പൂർണ്ണമായിട്ട് കേട്ടുകൊണ്ടല്ല ജയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ SNDP സപ്പോർട്ട് ചെയ്ത ഈഴവ വോട്ടുകൾ മുഴുവൻ ആൾക്ക് കിട്ടും. നോക്കൂ സാർ, ഇപ്പോൾ ഈ VD സതീശനെ സംബന്ധിച്ചിടത്തോളം പറവൂർ മണ്ഡലത്തിൽ SNDP സമുദായത്തിന് വലിയ സ്വാധീനമുള്ള മേഖലയാണത്. പക്ഷേ അവിടെ നിന്ന് തുടർച്ചയായിട്ട് ജയിക്കപ്പെടുന്ന ആൾ വൻപിച്ച ഓരോ പ്രാവശ്യവും ഭൂരിപക്ഷം കൂടി ജയിക്കുന്ന ആളാണ് VD സതീശൻ. നായർ സമുദായത്തിനും അവിടെ കാര്യമായ പ്രസക്തിയുള്ള വോട്ടുകളുള്ള മണ്ഡലം തന്നെയാണ്. പക്ഷേ VD സതീശൻ ഇത്രത്തോളം വെള്ളാപ്പള്ളിയും നടേശൻ്റെയോ അല്ലെങ്കിൽ സുകുമാരൻ നായർ സാറിൻ്റെയൊക്കെ എതിർപ്പ് ഉണ്ടായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പോലും പറവൂരിൽ നിന്ന് വലിയ ഭൂരിപക്ഷം ജയിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും റിപ്പോർട്ട് വരുന്നത്. കഴിഞ്ഞകാല അനുഭവങ്ങൾ നോക്കുമ്പോൾ VD സതീശൻ അതൊരു ഇവരുടെ ഇത്തരം ഭീഷണികൾ രാഷ്ട്രീയ ജീവിതത്തിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഭവിഷ്യത്തുണ്ടാക്കിയിട്ടില്ല. ഇവിടെ നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യം, ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ ഇന്ന സമുദായത്തിൽ നിന്ന് ഇന്ന ആളുകളെയൊക്കെ സ്ഥാനാർത്ഥികളാക്കണം എന്ന് ഈ മതമേലധ്യക്ഷന്മാർ കുറിപ്പ് കൊടുക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. ശിവഗിരി മഠത്തിൽ നിന്ന് പോലും ഇങ്ങനെ ഒരു കുറിപ്പ് പോയതാണ് നമ്മൾ മനസ്സിലാക്കിയത് അവസാന കാലത്ത്. അടൂർ പ്രകാശിൻ്റെ സ്ഥാനാർത്ഥിത്വമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത്തരം ചില നീക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പുറമെ നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ. അതായത് മതമായിട്ടും രാഷ്ട്രീയമായിട്ടും നിലനിന്നില്ല എന്നുണ്ടെങ്കിൽ മതത്തിൽ രാഷ്ട്രീയം കൈയടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേലധ്യക്ഷന്മാരുടെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി രാഷ്ട്രീയക്കാർ നിന്നു കൊടുത്താൽ രാഷ്ട്രീയം എവിടെ ചെന്നെത്തും എന്നുള്ളത് വലിയ ചോദ്യം തന്നെയല്ലേ, ചോദ്യചിഹ്നമാവും. ഇതിൽ ഒരു ബിഷപ്പിൻ്റെ പേര് ഞാൻ മറന്നുപോയി, പത്തനംതിട്ട ജില്ല എന്നുള്ളൊരു ബിഷപ്പാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, ഞങ്ങളുടെ സഭയുടെ ആളായിട്ട് ഇന്ന ആളിനെ മന്ത്രിയാക്കണമെന്നോ MLA ആക്കണമെന്നോ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുമില്ല. മറിച്ച് ചില ആൾക്കാർ ഞങ്ങളെ വന്ന് കണ്ടിട്ട് പറഞ്ഞു ബിഷപ്പ് എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, MLA ആകാൻ പറഞ്ഞു, മന്ത്രിയാകാൻ പറഞ്ഞു, എൻ്റെ അനുഗ്രഹത്തോടെ ബിഷപ്പിൻ്റെ അനുഗ്രഹത്തോടെ ഞാൻ മത്സരിക്കുന്നത്. അങ്ങനെ പുറത്തിറങ്ങി ഒരാൾ പറഞ്ഞു കഴിയുമ്പോൾ അത് നിഷേധിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അതാര് പറഞ്ഞാലും ഞങ്ങൾ നിഷേധിക്കുകയില്ല. CPM-കാർ പറഞ്ഞാലും കോൺഗ്രസ് പറഞ്ഞാലും ഇന്നലെ BJP-ക്കാർ പറഞ്ഞാൽ പോലും നിഷേധിക്കുകയില്ല. ഇവിടെ മറ്റൊരു അപകടകരമായിട്ടുള്ളൊരു കാര്യം കൂടിയുണ്ട് സാർ. കാരണം പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളെന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷക്കാർ വരെ ഇതുപോലെ മതമേലധ്യക്ഷന്മാരുടെ അരമനകളും കാര്യാലയങ്ങളും പള്ളികളും ഒക്കെ അല്ലെങ്കിൽ വീടുകളൊക്കെ സന്ദർശിക്കുകയല്ല പാടുകിടക്കുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. എന്തിനും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെ ഇത്തരം തെരഞ്ഞെടുപ്പ് സന്ദർഭങ്ങളുമായി ബന്ധപ്പെട്ട് അരമനകൾ കയറിയിറങ്ങണം നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നീട് നികൃഷ്ടജീവികൾ എന്ന് പറഞ്ഞ് ഇവർ തള്ളി പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ മതത്തെയും രാഷ്ട്രീയത്തെയും വേർതിരിച്ച് കാണണം എന്ന് പറയുന്ന പുരോഗമന പ്രസ്ഥാനക്കാർ പോലും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മദനിയൊത്ത് സ്റ്റേജ് പങ്കിടാനോ അല്ലെങ്കിൽ ഇത്തരം മേലധ്യക്ഷന്മാർ കൂട്ടുപിടിക്കാനോ ഒക്കെ നടക്കുമ്പോൾ ഇന്നിപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ അഭിപ്രായം പറയുമ്പോൾ അതിനെ എന്ത് താല്പര്യത്തോടു കൂടിയാണ് ഇവരതൊക്കെ പറയണതെന്നുള്ളത് കണ്ടറിയാനുള്ള പ്രബുദ്ധത കേരളത്തിൽ ജനങ്ങൾക്കുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് പോലെ KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആവണോ, രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവണോ, VD സതീശൻ മുഖ്യമന്ത്രി ആവണോ എന്നുള്ളത് കോൺഗ്രസിൻ്റെ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നമാണ്. അവരത് തീരുമാനിച്ചിട്ടുണ്ട്. ഈ മേലധ്യക്ഷന്മാരുടെ പറച്ചിലുകൾക്കനുസരിച്ചിട്ട് തെരഞ്ഞെടുപ്പുകളിൽ വലിയ സ്വാധീനമൊന്നും സൃഷ്ടിക്കാൻ സാധിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ പരിമിതമായിട്ടുള്ള അറിവ് തെറ്റാണെങ്കിൽ ഓർക്കുക. താങ്കൾ പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. ഞാൻ വരുന്ന കോട്ടയം ജില്ലയിലെ ക്നാനായ നിയമമണ്ഡലത്തിൽ നിന്നാണ്. അവിടെ CPM അവിടെ കേരള കോൺഗ്രസ് UDF ജയിക്കുന്ന ഒരു സീറ്റാണ്, സ്ഥിരമായി ജയിക്കുന്ന സീറ്റാണ്. ഇപ്പോഴും UDF ജയിച്ചിരിക്കുന്നത്, മോൻസ് ജോസഫ് MLA. അവിടെ CPM സ്ഥിരമായി അന്വേഷിക്കുന്നത് ജയിക്കാൻ പറ്റുന്ന ജയിക്കാൻ പറ്റുന്ന ക്നാനായ സമുദായത്തിലെ സ്ഥാനാർത്ഥി ആളുകളെയാണ് നോക്കുന്നത്. കാരണം അവിടെ ജയിക്കാൻ മറുവശം മുഴുവൻ കോൺഗ്രസ് UDF ഭാഗത്താണ് നിൽക്കുന്നത്. അപ്പോൾ ക്നാനായക്കാരെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയെടുത്താൽ ആ വോട്ട് കിട്ടി, അതും ഞങ്ങളുടെ പാർട്ടിയുടെ വോട്ടും കൂടി ആ പരീക്ഷണം 1-2 പ്രാവശ്യം PC തോമസ് വഴിയൊക്കെ ജയിച്ചിട്ടുണ്ട്. അപ്പം അത്തരം ജാതി തന്നെ തിരിച്ച് പച്ചയ്ക്ക് ജാതി പറഞ്ഞ് എങ്ങനെ വോട്ട് പിടിക്കാമെന്നുള്ളതിൻ്റെ ആശാന്മാർ റിസർച്ച് നടത്തുന്ന നോബൽ സമ്മാനത്തിന് അർഹമായിട്ടുള്ള ആൾക്കാരാണ്
CPM-ൻ്റെ പല മുതിർന്ന സഖാക്കൾ വരെ എന്ന് പറയാതിരിക്കാൻ പറ്റും. അത് തന്നെ ഇപ്പോൾ ഈ എന്താണ് രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികൾക്കൊപ്പം സമുദായത്തിൻ്റെ കൊടികൾ കൂടി ചേർത്ത് കെട്ടാൻ വേണ്ടി അധികാരത്തിൽ ഞങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ വേണ്ടി ഇത്തരം മതമേലധ്യക്ഷന്മാർ നടത്തുന്ന ഒരു പ്രവർത്തനമായിട്ട് മാത്രമേ നമുക്കിതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. KC വേണുഗോപാലോ രമേശ് ചെന്നിത്തലയോ VD സതീശനോ ആരെയാണ് മുഖ്യമന്ത്രിയാകാൻ പോകുന്നത്, അതോ ഇനി പിണറായി തന്നെയാണോ എന്നുള്ളത് കണ്ടറിയാം. കാത്തിരിക്കും.